റബ്ബിന്റെ റഹ്മത്തിൽപ്പെട്ടതാണ് അവൻ ചൊരിഞ്ഞു തരുന്ന മഴ. റഹ്മാനായ റബ്ബ് അത് പിടിച്ചു വെച്ചാൽ അള്ളാഹു ഏതെങ്കിലും ഒന്നിനെ തുറന്നു തരാൻ ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. അതേപോലെ അവൻ പിടിച്ചു വെച്ചാൽ അത് തുറന്നു തരാനും ഒരാൾക്കും കഴിയില്ല. വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അള്ളാഹിന്റെ റഹ്മത്ത് എന്നാണ് മഴയെക്കുറിച്ച്. ആ മഴ ഇല്ലാതെയാകുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ കരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ദുശ്ചൈതികൾ നിമിത്തം നമുക്ക് മഴ നഷ്ടപ്പെടുമെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മോട് പറയുമ്പോൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിടുമ്പോൾ അവർ വളരെ ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും നമസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി യാചിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. അതായിരുന്നു പ്രവാചക ചര്യ. ഇസ്ലാമികമായ ചര്യകൾ അത് സമൂഹത്തിന് പരിചയപ്പെടുത്തപ്പെടുകയും റഹ്മാനായ റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ള പല പൂജകളും ഭൂമി പൂജകളും ഒക്കെ ചെയ്തുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തൗഹീദിന്റെ വക്താക്കൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ഇത്തരത്തിലുള്ള യഥാർത്ഥമായ ചര്യകളെയാണ് പുനരുജ്ജീവിപ്പിക്കാൻ ബാധ്യതയുള്ളത്.